അവിടെ പൊന്നാരൻ തോട്ടത്തില് എല്ലാരും ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഇറങ്ങാ. ഹലോ മോളെ. ഒന്നുമില്ല. ശരി അമ്മ. കുട്ടാ വാ. വാമനെ. ശരി അമ്മ, വിഷമിക്കരുത് കേട്ടോ. വാ വാ. ടാറ്റാ ടാറ്റാ. മോളെ മോളിതുവരെ ഉറങ്ങിയില്ലേ? എന്താ ഉറങ്ങാത്തെ? ഈ വീടിനകത്താണ് കുട്ടിനെതിരായ അപകടം പതിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലേ? അത് ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാ ഇതുപോലുള്ള ആക്രമങ്ങളെല്ലാം നടക്കുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. പക്ഷെ അമ്മ അത് തിരിച്ചറിയുന്നില്ലല്ലോ. അറിഞ്ഞാൽ അമ്മ ഒരിക്കലും നിന്നോട് ശത്രുവിനെ പോലെ പെരുമാറില്ല. അതെനിക്ക് ഉറപ്പാ. മുത്തശ്ശി കഥ അറിയാതെ ആട്ടം കാണുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് എനിക്ക് പരിഭവം ഒന്നുമില്ല. കുട്ടനോടുള്ള അമിത സ്നേഹം കൊണ്ടാ മുത്തശ്ശി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുട്ടന്റെ ശത്രുക്കൾ നമ്മൾ കരുതുന്നതിനേക്കാളും തന്ത്രശാലികളാ. അവരെങ്ങനെയോ മുത്തശ്ശിയെ സ്വാധീനിച്ചിരിക്കുന്നു. അവരുടെ ഉദ്ദേശം തിരിച്ചറിയാതെ അവരുടെ കയ്യിലെ കളിപ്പാവയായിരിക്കാം മുത്തശ്ശി. പക്ഷെ ദേവിക, നീ പറയുന്നതങ്ങ് മുഴുവൻ എനിക്ക് വ്യക്തമായിട്ടങ്ങ് മനസ്സിലായിട്ടില്ല. ഈ വീട്ടിനുള്ളിൽ ആരാണ് സിദ്ധുവിന്റെ ശത്രു? ദേവിക ആരെയാ ഉദ്ദേശിക്കുന്നേ? എന്താ നീ ഉദ്ദേശിക്കുന്നേ? ദേവിക്ക് ആരെയാ സംശയം? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. സമയമാവുമ്പോൾ തെളിവുകൾ സഹിതം എല്ലാം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറൊരു ആരോപണം മാത്രമേ പോയില്ല അമ്മേ. എന്തു തന്നെ ആയാലും കുറ്റവാളികൾ ആരാണെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതോടൊപ്പം കുട്ടൻ്റെ അസുഖവും ഞാൻ ഭേദമാക്കിയെടുക്കും. എല്ലാം ഭംഗിയായി തന്നെ നടക്കും അമ്മേ. നിന്നെ എനിക്ക് വിശ്വാസം മോളെ. നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ നാളെ രാവിലെ നമുക്ക് അമ്പലത്തിലേക്ക് പോണം. അതിനുശേഷം മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി. മോള് സിദ്ധുവും രാവിലെ നേരത്തെ തന്നെ റെഡി ആവണം. ശരി അമ്മേ. എന്നാ മോള് കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ.